السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. നമുക്ക് ഫിഫ്ത്ത് ലെസന്റെ എക്സസൈസ് 1 കണ്ടിന്യൂഷൻ നോക്കാം ഇൻഷാല്ലാ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന പാസേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാനും വവൽ ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ ഇൻഷാല്ലാ. അതായത് ഹർക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഞാൻ മലയാളത്തിൽ എഴുതാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹർക്കത്ത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും. ഇല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തു തുടങ്ങിക്കോ. ഞാൻ ഇതിന്റെ കൂടെ ഇട്ടിട്ട് പോവാം. നിങ്ങൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തു. ഓക്കെ. ഇന്ന ഹാദിഹിൽ മർഅത മുദീറത്തു ശരിക്കത്തിൽ കബീറത്തി. ഇതില് ഇന്ന ഹാദിഹി, അതായത് ഹാദിഹിൽ മർഅത. ഓക്കെ, ഹാദിഹിൽ മർഅത ആയതുകൊണ്ടാണ് ഇത് ഇന്നയുടെ ഇസ്മായത്. ഇന്ന ഹാദിഹി മർഅ എന്നായിരുന്നെങ്കിൽ അവിടെ താന്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു, കാരണം അത് ഖബറായി മാറുമായിരുന്നു. ഹാദിഹിൽ മർഅത എന്ന് പറയുന്നത് ഒരൊറ്റ നൗൺ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇന്നയുടെ റൂള് ഇവിടെ മർഅക്കും അപ്ലൈ ആവും. ഹാദിഹിക്ക് എന്തായാലും ചേഞ്ച് ഒന്നും വരില്ല. അത് ഏറാബ് ചേഞ്ച് ചെയ്യാത്ത വേർഡാണ്. ഓക്കെ, അപ്പം ഇന്ന ഹാദിഹിൽ മർഅത മുദീറത്തു ശരിക്കത്തിൽ കബീറത്തി. ഓക്കെ, അതിന്റെ ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ certainly, like indeed, hadihil mar'ata, this woman is. അടുത്തത് മുദീറത്തു ശരിക്കത്തിൽ കബീറത്തി. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ മുദീറത്തു ശരിക്കത്തിൽ കബീറത്തു എന്നും വേണമെങ്കിൽ എഴുതാം. കാരണം ബിഗ് ഡയറക്ടർ ഓഫ് ദി കമ്പനി എന്ന് എഴുതാം. പക്ഷെ കുറച്ചും കൂടെ ഒരു സെൻസിബിൾ ആയിട്ട് തോന്നുന്നത് ഡയറക്ടർ ഓഫ് ദി ബിഗ് കമ്പനി അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദി ലാർജ് കമ്പനി. അതുകൊണ്ടാണ് ഞാൻ കബീറത്തി എന്ന് എഴുതിയത്. കബീറത്തു എന്ന് എഴുതിയിരുന്നെങ്കിൽ അത് മുദീറയുടെ ആഡ്ജക്റ്റീവ് ആയനെ. അപ്പം certainly this woman is the director, കാരണം അശരിക്കാണ് അല്ലെ. of the large company, of the big company. നിശ്ചയമായും ഈ സ്ത്രീ ആ വലിയ കമ്പനിയുടെ ഡയറക്ടർ ആണ്. ഓക്കെ, നിശ്ചയമായും ഈ സ്ത്രീ ആ വലിയ കമ്പനിയുടെ ഡയറക്ടർ ആണ്. certainly this woman is the director of the large company. അടുത്തത് വലതുഹ വലതുഹ ഖാലിദുൻ. ഇവിടെ വലതുന് വേറെ ഒരു എറാബ് വരാനുള്ള റീസൺ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് മർഫു തന്നെ വലതുഹ ഖാലിദുൻ അല്ലെ. ഒരു പുരുഷന്റെ പേര് പറയുമ്പം തൻവീൻ ഇട്ടിട്ട് മർഫു ആക്കുക. ഇവിടെ മർഫു അല്ലാതെ വരാനൊരു കാരണവും ഇല്ല. മുദരിസുൻ തന്നെയല്ലേ എഴുതിയത്? മുദരിസുൻ. ഓക്കെ, മുദരിസുൻ ഫി മദ്രസത്തിൻ മിസ്രിയത്തിൻ. ഇവിടെ അൽ ഇല്ല, അതുകൊണ്ട് മദ്രസത്തിൻ മിസ്രിയത്തിൻ ഫി ഹാദിഹിൽ മദീനത്തി. ഓക്കെ,
അപ്പം ഇതിനെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഹർ സൺ, അവളുടെ മകൻ ഖാലിദ് ഈസ് എ ടീച്ചർ. മുദരിസുൻ, മുദരിസുൻ ആണ്, അൽ മുദരിസു അല്ല. ഇൻ ആൻ ഈജിപ്ഷ്യൻ സ്കൂൾ. ഇൻ ദിസ് ടൗൺ ഓർ സിറ്റി, വാട്ടെവർ. അപ്പം ഹർ സൺ വലതുഹ ഖാലിദ്, ഖാലിദുൻ ഈസ് നമ്മൾ എഴുതണം അല്ലെ അവിടെ. ഈസ് എ ടീച്ചർ. മുദരിസുൻ, അൽ മുദരിസു അല്ല, മുദരിസുൻ ആണ്. ഫി മദ്രസത്തിൻ മിസ്രിയത്തിൻ, ഇൻ ആൻ ഈജിപ്ഷ്യൻ സ്കൂൾ, കാരണം അൽ ഇല്ല അവിടെ. പിന്നെ ഫി ഹാദിഹിൽ മദീനത്തി, ഇൻ ദിസ് ടൗൺ. അടുത്തത് ഇസ്മുൽ മുദീറത്തി ഖദീജത്തു. ഓക്കെ, ഇവിടെ ഇസ്മുൽ മുദീറത്തി എന്ന് പറയുന്നത് ഒരു ഇദാഫയാണ് അല്ലെ. മുദീറയുടെ ഇസ്മ, ഡയറക്ടറിന്റെ പേര്. ഖദീജത്തു, ഖദീജ എന്നാണ്. അപ്പോൾ ഖദീജ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്, അതുകൊണ്ട് തൻവീൻ കൊടുക്കാൻ പാടില്ല, ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ഖദീജത്തു. വഹിയ സാക്കിനത്തുൻ ഫി ഹാദൽ ബൈത്തി സഗീറി. ഫി ഉള്ളത് കൊണ്ട് എന്താണ്, ബൈത്ത് മജറൂറായി. അൽ ഉള്ളത് കൊണ്ട് തൻവീന് കൊടുക്കുന്നില്ല. പിന്നെ ബൈത്തിന്റെ വിശേഷണം ആയതുകൊണ്ട് അസഗീറി. അപ്പം അതിന്റെ ട്രാൻസ്ലേഷൻ the name of the directress അതിന്റെ മലയാളം പറഞ്ഞിട്ടില്ല അല്ലെ. അവളുടെ മകൻ ഖാലിദ് ഈ പട്ടണത്തിലെ ഒരു ഈജിപ്ഷ്യൻ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. സോറി, അവളുടെ മകൻ ഖാലിദ്. പിന്നെ ബാക്കിയുണ്ടല്ലോ, മലയാളത്തിൽ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാ തുടങ്ങുന്നത്. ഈ പട്ടണത്തിലെ ഒരു ഈജിപ്ഷ്യൻ സ്കൂളിലെ ഒരു അധ്യാപകൻ ആണ്. ഓക്കെ, ഇനി ദ നെയിം ഓഫ് ദ ഡയറക്ട്രസ്, അല്ലെങ്കിൽ ദ ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയാം. ഫീമെയിൽ ഡയറക്ടറിന്റെ ഇംഗ്ലീഷ് ആണ് ഡയറക്ട്രസ്. ഈസ് ഖദീജ ആൻഡ് ഷീ lives in this small house. അപ്പം നമ്മൾ ഒരു കമ്പനീന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം എന്താണ്, ഡയറക്ടറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഫീമെയിൽ ഡയറക്ടർ, അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മതി. ആ ഡയറക്ടറുടെ പേര് ഖദീജ എന്നാണ്. അവൾ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നവളും ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇസ്മുൽ മുദീറത്തു എന്ന് പറയുമ്പോൾ ദ നെയിം ഓഫ് ദ ഡയറക്ട്രസ് ഖദീജത്തു, ഇവിടെ ഈസ് എഴുതുന്നു, ഖദീജ. വഹിയ ആൻഡ് ഷീ സാക്കിനത്തുൻ ലിവ്സ്, അല്ലെങ്കിൽ ഈസ് ലിവിംഗ് എന്ന് എഴുതിയാലും ഓക്കെ ആണ് കേട്ടോ. ഫി ഹാദൽ ബൈത്തി സഗീറി, ഇൻ ദിസ് സ്മോൾ ഹൗസ്. ഹാദൽ ബൈത്ത്, ദിസ് ഹൗസ്. ഫി ഇൻ അസഗീറി, സ്മോൾ. ഓക്കെ, ഇനി അടുത്തത് ബാബു
ബാബു ബൈത്തി ഹാദ ഖദീമുൻ ജിദ്ദൻ. ഇവിടെ ബാബു ബൈത്ത് അല്ലേ, അത് ഒരു ഇദാഫയാണ്, ബാബു ബൈത്ത്. അതുകൊണ്ട് തന്നെ എന്താണ് ബൈത്ത് എന്നുള്ളത് മജ്റൂർ ആവും അല്ലേ. അപ്പൊ ബാബു ബൈത്തി ദ ഡോർ ഓഫ് ഹെർ ഹൗസ്. ഓക്കെ, ഹാദ ദിസ്. അപ്പം ദിസ് ഡോർ ഓഫ് ഹെർ ഹൗസ്. അപ്പോൾ നമുക്കറിയാം അവസാനമാണ് ഇസ്മു ഇഷാറ, അതായത് ഇദാഫയുടെ അവസാനമാണ് ഇസ്മു ഇഷാറ വരുന്നെങ്കിൽ അത് ആദ്യത്തെ ടേമിനാണ് അപ്ലൈ ചെയ്യാം. ദ ഡോർ ഓഫ് ദിസ് ഹൗസ്, സോറി, ദിസ് ഡോർ ഓഫ് ഹെർ ഹൗസ് ഖദീമുൻ ഓൾഡ് ജിദ്ദൻ വെരി. അപ്പം എങ്ങനെ എഴുതാ അതിന്? ദിസ് ഡോർ ഓഫ് ഹെർ ഹൗസ് ഈസ് വെരി ഓൾഡ്. അവളുടെ വീടിന്റെ ഈ വാതിൽ വളരെ പഴയതാണ്. അവളുടെ വീടിന്റെ ഈ വാതിൽ വളരെ പഴയതാണ്. അടുത്തത് ഹാദിഹി ഹാദിഹി ബിൻതുഹ മറിയമു. ഓക്കെ, ഇവിടെ ബിൻതിഹ എന്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ബൈത്തിഹ വന്നത് അത് ബാബു ബൈത്ത് ആയതുകൊണ്ടാണ്, ഇദാഫയാണ്. ഇവിടെ ഹാദിഹി ബിൻതുഹ മറിയമു. മറിയമുന്നോ മറിയമാന്നൊന്നും എഴുതരുത്. എന്താണ്? ദിസ് ഇസ് ഹെർ ഡോട്ടർ മറിയം. ഇത് അവളുടെ മകൾ മറിയം ആണ്. ഓക്കെ, ഹാദിഹി ദിസ് ബിന്തുഹ. അവിടെ ബിന്തു എന്ന് പറയുന്നത് എന്താണ്? ബിന്തുഹ എന്ന് പറയുന്നത് ഖബറാണ്. ഓക്കെ, ദിസ് ഇസ് ബിന്തുഹ ഹെർ ഡോട്ടർ മറിയം. നെക്സ്റ്റ് ഹിയ ഹിയ ഖാദിമത്തുൻ മിന ശരിക്കത്തി. ഓക്കെ, ഹിയ ഖാദിമത്തുൻ മിന ശരിക്കത്തി. ഷീ is coming from the company. She is coming from the company. Here she is എഴുതുന്നു. ഖാദിമ എന്ന് പറഞ്ഞാൽ കമ്മിങ്, മിൻ ഫ്രം അഷരിക്ക ദ കമ്പനി. മിൻ വന്നതുകൊണ്ട് ശരിക്ക മജറൂറായി. വേറെ ഒന്നും മജറൂറോ വേറെ എന്താണ് മർഫോ അല്ലാതിരിക്കാൻ റൂൾസ് ഒന്നുമില്ല. അപ്പം അവൾ ആ കമ്പനിയിൽ നിന്ന് വരുന്നവളാണ്. ഓക്കെ, ആ എന്നുള്ളത് ബ്രാക്കറ്റിലുള്ള ആ ആണ്. ഓക്കെ, അത് ദാ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ആ ആണ്. ഇനി അടുത്തത് സൗജുഹ അവളുടെ ഹസ്ബൻഡ്. ഓക്കെ, സാലിമുൻ സാലിം. മുവദ്ദഫുൻ ഇസ് എൻ എംപ്ലോയി അല്ലേ. ഫി മുവദ്ദഫുൻ അല്ലില്ലാത്തത് കൊണ്ട് ഈസ് ആൻ എംപ്ലോയി, ഫി ഇൻ അൽ ജാമിയത്തെ ദ യൂണിവേഴ്സിറ്റി. വ ആൻഡ് ഹിയ ഷി മുദരിസത്തുൻ ഇസ് എ ടീച്ചർ. ഫി തിൽക ഇൻ ദാറ്റ് അൽ മദ്രസത്തി സ്കൂൾ അൽ പാകിസ്ഥാനത്തി പാകിസ്ഥാനി. അപ്പോൾ ഇൻ ദാറ്റ് പാകിസ്ഥാനി സ്കൂൾ. ഈസി അല്ലേ ഇങ്ങനെ പോകുമ്പോൾ ട്രാൻസ്ലേഷൻ എഴുതാന്? ഹർ ഹസ്ബൻഡ് സാലിം is
an employee in the university and she is a teacher in that Pakistani school. അവളുടെ ഭർത്താവ് സാലിം ആ യൂണിവേഴ്സിറ്റിയിലെ, ഇവിടുത്തെ ആ ബ്രാക്കറ്റിലുള്ള ആണ് അതാ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു തൊഴിലാളിയും അവൾ ആ പാകിസ്ഥാനി സ്കൂളിലെ ഒരു അധ്യാപികയും ആണ്. ഓക്കെ, അവളുടെ ഭർത്താവ് സാലിം ആ യൂണിവേഴ്സിറ്റിയിലെ, ഈ ദൊക്കെ ഈ ആണ്. ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാത്ത ആണ് എഴുതുക. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതി വെക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വേറെ വാക്കുകൾ ഉണ്ടല്ലോ നമ്മൾ ഡെഫിനറ്റിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, പ്രസ്തുത, നിർണിത, നിർണിത എന്ന നിർണയം എന്നൊക്കെ ഇന്നലെ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെ പഠിച്ചു വെച്ചവർക്ക് അത് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പം അവളുടെ ഭർത്താവ് സാലിം ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു തൊഴിലാളിയും അവൾ ആ പാകിസ്ഥാനി സ്കൂളിലെ ഒരു അധ്യാപികയുമാണ്. സൗജുഹ, her husband, Salim Muaddafun is an employee fil ജാമിയാത്തി in the university. ദാ ഒന്നും വിട്ടുപോകരുത് കേട്ടോ, അതുപോലെ ഇവിടെ ആൻ വിട്ടുപോകരുത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വഹിയ and she is മുദരിസത്തുൻ, a teacher fi tilkal madrasati in that school al Pakistaniyati Pakistan. ഓക്കെ, എനിക്കൊന്ന് ഇത്രയും വലിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫസ്റ്റ് ടൈം ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? നമ്മൾ ടെസ്റ്റിനകത്തൊക്കെ ഉള്ള ഇത് ചെയ്തിട്ടുണ്ടാവുള്ളായിരിക്കും. അടുത്തത് വലതു മറിയമ, മറിയമിന്റെ മകൻ അല്ലെ? ഇതൊരു ഇദാഫയാണ്. മുദാഫ് മർഫു ആണ്, മർഫു ആവാതിരിക്കാൻ റീസൺ ഒന്നുമില്ല. മറിയമ ഇത് മജ്റൂറാണ് അല്ലെ? ഫീമെയിൽ പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് മറിയമ്മ വെച്ചിട്ടാണ് മജ്റൂർ എഴുതുന്നത്, മറിയമീ ആവൂല. മുവദ്ദഫുൻ, ഇവിടെ ഒരു ഇസ് വരും. അപ്പം മറിയംസ് എന്താണ്, her son, Mariam's son is an employee. Okay, ഫി ഇൻ മദ്രസത്തിഹ, ഫി വന്നതുകൊണ്ടാണ് ഇവിടെ മദ്രസത്തിഹ വന്നത്. ഓക്കെ, ഇൻ ഹർ സ്കൂൾ വ ആൻഡ് ബിൻതുഹ, ഇവിടെ ബിന്തുന് മജ്റൂർ ആവാൻ റീസൺസ് ഒന്നുമില്ല, അപ്പൊ മർഫുവാണ്. വ ബിൻതുഹ ആൻഡ് ഹർ ഡോട്ടർ മുഅദ്ദഫത്തുൻ ഈസ് ആൻ എംപ്ലോയി, ഫീമെയിൽ എംപ്ലോയി, ഫി ഇൻ തിൽക ശരിക്കത്തി സഗീറത്തി, ദാറ്റ് സ്മോൾ കമ്പനി. മറിയമിന്റെ മകൻ അവളുടെ സ്കൂളിലെ ഒരു തൊഴിലാളിയും അവളുടെ മകൾ ആ ചെറിയ കമ്പനിയിലെ ഒരു തൊഴിലാളിയും ആകുന്നു. ഓക്കെ, മറിയമിന്റെ മകൻ അവളുടെ സ്കൂളിലെ ഒരു തൊഴിലാളിയും അവളുടെ മകൾ ആ ചെറിയ കമ്പനിയിലെ ഒരു തൊഴിലാളിയും ആകുന്നു, മലയാളത്തിൽ പറയുമ്പോൾ. ഇനി അടുത്തത്
الموظفون في تلك الشركة باكستانيون. الموظفون അൽ ഉണ്ട്, പ്ലൂറൽ ആണ് അല്ലെ മുഅദ്ദഫിന്റെ. ദ എംപ്ലോയീസ് ഫി തിൽക ശരിക്കത്തി ഇൻ ദാറ്റ് കമ്പനി പാകിസ്ഥാനിയൂന ആർ പാകിസ്ഥാനീസ്. ആ തൊഴിലാളികൾ, ഇവിടുത്തെ ആ ഈ ആട്ടോ, ആ തൊഴിലാളികൾ എന്താണ്, ആ കമ്പനിയിലെ, ഈ ഇവിടെ ബ്രാക്കറ്റിലുള്ള ആ, ഓക്കെ. അപ്പൊ ആ കമ്പനിയിലെ ആ തൊഴിലാളികൾ പാകിസ്ഥാനികളാണ് എന്ന് മലയാളത്തിൽ പറയാം. അതായത് ഇൻ ദാറ്റ് കമ്പനി വേണം ആദ്യം ഫസ്റ്റ്. ഓക്കെ, ആ കമ്പനിയിലെ ഇവിടുത്തെ ആ ഇതാണ് പ്രസ്തുത തൊഴിലാളികളാണ്. ഓക്കെ, ആ തൊഴിലാളികൾ പാകിസ്ഥാനികളാണ്. അപ്പൊ അത്രയാണ് ഹർക്കത്തിടുന്നതും ട്രാൻസ്ലേഷനും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ആൻസർ ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാം ഇൻഷാ അള്ളാ. അത് നമ്മളുടെ ഉദ്ദേശം ഗ്രാമർ പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളതായത് കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് അത്ര സമയവും ഇതും സ്പെൻഡ് ചെയ്യാത്തത്. ബാക്കി നിങ്ങൾക്ക് ഹർക്കത്തുകളുടെ കാര്യങ്ങളും പിന്നെ ട്രാൻസ്ലേഷനും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ തന്നെ മാഷാ അല്ലാഹ് വളരെ നല്ലത്. അൽഹംദുലില്ലാഹ്. ഇന്നത്തത് ഇവിടെ വെച്ച് നിർത്താണ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ودعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.